ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ഗ്രേപ്സ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രേപ്സ് വരച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതെങ്ങനെ ഇന്ന് കളർ ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഗ്രേപ്സിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ കളർ ചെയ്യണം. മൊത്തത്തിൽ കളർ ചെയ്യരുത്. അതായത് ഓരോന്നായിട്ട് ആദ്യം ഗ്രേപ്സിൻ്റെ കളറായി പർപ്പിൾ ലൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ജസ്റ്റ് ഒരു സൈഡിൽ നിന്നുള്ളൊരു ഷെയ്ഡ് കൊടുക്കുക. കുറച്ച് പർപ്പിൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്ന പോലെ ഡാർക്കും ലൈറ്റും ഷെയ്ഡിങ് വരുന്ന പോലെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ പർപ്പിൾ ആദ്യം ലൈറ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്ലൂ കൊടുത്ത് അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പർപ്പിൾ ആദ്യം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിനൊരു ഭംഗിയും ഓരോന്നിലും വരുന്ന ആ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം, പുറത്തേക്കൊന്നും പോവാതെ നല്ല നീറ്റിൽ. എന്നിട്ട് ആദ്യം പർപ്പിൾ കൊടുക്കുക, പിന്നെ ഡാർക്ക് ബ്ലൂ കൊടുക്കുക. ആ ഡാർക്ക് ബ്ലൂ കൊടുക്കുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് തോന്നുന്ന പോലെ ആയിട്ട് നമ്മൾ അവിടെ ഇത്തിരി ഡാർക്കിൽ കൊടുക്കണം. എന്നാൽ ആ ഒരു ഷെയ്ഡ് ആ സൈഡിൽ നിന്ന് ഇത്തിരി ഡാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഫുള്ള് കളർ ചെയ്ത് കഴിയുമ്പോൾ തോന്നുള്ളൂ ആ ലൈറ്റും ഷെയ്ഡും. അപ്പം ആ ലൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് ആ പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡാണ് കൂടുതൽ കാണേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം മുന്തിരിയുടെ കളറ് ഏകദേശം കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഇനി ഇതിന് അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു ഡാർക്ക് ഷെയ്ഡില്ലേ, അതിന് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ഇടാൻ പോവാണ്. കളർ പെൻസിലുകൊണ്ട് ജസ്റ്റും കൂടി ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി ലീഫിന് ലൈറ്റ് ഗ്രീൻ കൊടുത്തു, അതിനുശേഷം ഡാർക്ക് ഗ്രീൻ കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ ലൈറ്റും ഡാർക്കും ഗ്രീനും വരുമ്പോഴാണ് ആ ലീഫിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആയിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ്